ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. ശാരികയെ തിരക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാരദാമ്മയും ശ്യാമയും. തുടർന്ന് ഹൃദയശ്രീ ഹോട്ടലിൻ്റെ അകത്തു നിന്നും ശാരിക പുറത്തേക്ക് വരുന്നു. മനുഷ്യന് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അല്ല മോളെ, നീ എന്താ പുറത്ത് കിടക്കുന്നത്? അകത്ത് വന്ന് കിടക്ക്. എനിക്കെങ്ങും വരണ്ട, ഞാനേ എൻ്റെ ഹോട്ടലിൽ തന്നെ കിടന്നോളാം. എൻ്റെ ഹോട്ടല് കത്തിക്കുമെന്നല്ലേ നിങ്ങളുടെ മകള് പറഞ്ഞത്? അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ശാരിക നിൽക്കുമ്പോൾ ശ്യാമ ദേഷ്യത്തോടെ ശാരദാമ്മയെ വിളിച്ചു കൊണ്ടുപോയി അകത്തേക്ക് കയറി കതകിന് കുറ്റിയിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് രണ്ടുപേരും കുടുംബശ്രീയുടെ അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് അവർ രണ്ടുപേരും കൂടി ഹൃദയശ്രീ ഹോട്ടലിന് തീ വെക്കുന്നു. അങ്ങനെ ഹോട്ടല് ആളിക്കത്തുകയാണ്. അതേസമയം ശാരികയുടെ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തേക്ക് പേടിയോടെ ഇറങ്ങി വരികയാണ് ശാരദാമ്മയും ശ്യാമയും. അതേസമയം ഹോട്ടലിൽ കത്തുന്ന കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും. അയ്യോ മോളെ, ശാരിക അതിൻ്റെ അകത്തില്ലേ എന്ന് ശാരദാമ്മ വിഷമത്തോടെ പറയുമ്പോൾ ശ്യാമയും പറയുകയാണ്, അതേ അമ്മേ വല്യേച്ചി. തുടർന്ന് അവർ ശാരികയുടെ പേര് അവിടെ നിന്ന് ഉറക്കെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ് ശാരിക. മോൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാരദാമ്മയുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ശാരിക പറയുകയാണ്, നിങ്ങളുടെ മകളുടെ പ്ലാൻ ആയിരിക്കും. എല്ലാവരും കൂടി എന്നെയും കൂടി കൊല്ലാൻ നോക്കിയതാണല്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് ശാരദാമ്മയ്ക്ക് നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലുകയാണ് ശാരിക. എന്താണെങ്കിലും ഇത് ചെയ്തവരെ ഞാൻ വെറുതെ വിടാനേ പോകുന്നില്ല. കത്തിക്കാമെന്ന ഒരുത്തനെ തീക്കൊള്ളിയെടുത്ത് തന്നെയാ ഞാൻ എറിഞ്ഞത്. എന്താണെങ്കിലും ഇതിന് ഞാൻ എല്ലാവരെയും കൊണ്ട് ഉത്തരം പറയിപ്പിക്കുമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ശാരിക. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ഭാമയുടെ ഫോണിലേക്ക് ഓരോരോ ബ്രോക്കർമാരായിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കോള് കട്ട് ചെയ്തതിന് ശേഷം രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ ഭാമേ, എന്തു പറ്റി? അത് പിന്നെ നമ്മുടെ വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതറിഞ്ഞ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ അത് നാടാകെ പാട്ടായെന്നാ തോന്നുന്നത്. അതേസമയം പാറക്കുട്ടി അവിടെ കരയുകയാണ്. മോൾക്ക് എന്താ പറ്റിയത് ഭാമയെന്ന് രാഘവൻ ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, അവള് 2 ദിവസമായി ഒന്ന് സമാധാനമായി ഉറങ്ങിയിട്ട് മോള് ഉറങ്ങുന്നതേ ഇല്ല, നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തു പറ്റിയെന്നറിയില്ല. ഞാനും കരച്ചിൽ കേട്ട് പലതവണയായി പോയി നോക്കുന്നു. ഞാനും പ്രീതിയും മാറി മാറി എടുത്തിട്ടും കുഞ്ഞിൻ്റെ കരച്ചിൽ മാറുന്നില്ല. അവൾക്ക് എന്തോ പിടിക്കായികയുണ്ട്, എന്താണെന്നറിയുന്നില്ല. അതേസമയം കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി പാറക്കുട്ടിയുമായിട്ട് പുറത്തേക്ക് വരികയാണ്. തുടർന്ന് ഭാമ കുഞ്ഞിനെ എടുക്കുന്നു. അതേസമയം ഇത് കാണുന്ന രാഘവൻ നായർ പറയുകയാണ്, അവൾ ഇത്രയും നാളും മറ്റൊരമ്മയുടെ ചൂടുപറ്റിയല്ലേ കിടന്നത്. ഇവിടെ അവൾക്ക് പരിചയമുള്ള ആരുമില്ല, അതുകൊണ്ടാകും കുഞ്ഞ് കരച്ചിൽ നിർത്താത്തത്. ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ്, ഞാൻ അവനോട് പറഞ്ഞില്ലല്ലോ ഇവിടെ നിൽക്കണ്ടെന്ന്. വസുമതി പറഞ്ഞതല്ലേ കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ തന്നെ നിൽക്കാമെന്ന്. പക്ഷേ അവൻ പറഞ്ഞതെന്താ? കുഞ്ഞിനെ കൊടുത്തിട്ട് അവൻ പോകുവാണെന്ന്. ഇതേ അവൻ്റെ അഹങ്കാരമാ, അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഭാമ പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഭാമേ അത് നിന്റെ മോനാ, നിനക്കത് ഓർമ്മ വേണം. രാഘവേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പോയി അവനെ വിളിക്കണമെന്നാണോ? എന്നാലേ അത് നടക്കാനേ പോകുന്നില്ല. ഞാൻ എന്താണെങ്കിലും അവനെ പോയി വിളിക്കത്തില്ല. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ഭാമ അകത്തേക്ക് പോകുമ്പോൾ പ്രീതി പറയുകയാണ്, അച്ഛാ ഇത്തിരിയൊക്കെ ഉലഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നല്ലാതെ മോളെ, ഇതൊക്കെ എവിടെ പോയി നിൽക്കാനാണെന്ന് രാഘവൻ നായരും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. ഹോട്ടലിൽ കത്തിയതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ശാരിക. ശാലിനി പറഞ്ഞ ഓരോ വാക്കുകളും ശാരിക ഓർക്കുന്നു. അതേസമയം ശാരികയുടെ ഹോട്ടലിൽ നോക്കി വിഷമത്തോടെ ഇരിക്കുകയാണ് ശാരദ. അതേസമയം ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. ആരാടാ ഞങ്ങളുടെ ഹോട്ടൽ കത്തിച്ചത്? ആർക്കാടാ ഇതിനു വേണ്ടി ധൈര്യമുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ശാരദാമ്മയുടെ ഹോട്ടലിലേക്ക് കയറി ചെല്ലുകയാണ്. ഞാനല്ല ബാലേന്ദ്ര ഇതൊന്നും ചെയ്തത്. എന്നാലേ ഇതവനെ കൊണ്ട് തത്ത പറയിക്കുന്നത് പോലെ പറയിക്കാൻ ഈ ബാലേന്ദ്രൻ അറിയാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ശങ്കരേട്ടൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നീ എന്തിനാടാ ശാരികയുടെ ഹോട്ടലിന് തീയിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് ശങ്കരേട്ടനെ പൊതിരെ തല്ലുകയാണ് ബാലേന്ദ്രൻ. തുടർന്ന് അങ്ങോട്ടേക്ക് ചന്ദ്രബോസ് വരികയാണ്. ചന്ദ്രൻ, നിയമമൊന്നും കയ്യിലെടുക്കാൻ നോക്കണ്ട. പരാതി ഉണ്ടെങ്കിലേ അത് തരേണ്ടത് ശാരദാമ്മയുടെ മകൾ തന്നെയാണ്. അതേസമയം പരാതിയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ശാരിക. എനിക്ക് പരാതിയുണ്ട് സാറേ, സാറ് കേസെടുക്കണം. ഇത് കേൾക്കുന്ന ശാരദാമ്മയും മറ്റും ഒരു ഞെട്ടലോടെ ശാരികയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.